കുട്ടികൾക്ക് മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്ന കാലം കൂടിയാണ്. രക്ഷിതാക്കൾക്കും ചെറിയ പേടിയുണ്ട്. പരീക്ഷാ പേടി അല്പമാകാം, ഇല്ലെങ്കിൽ പഠനം നടക്കില്ല. പക്ഷേ ആ പരീക്ഷാ പേടി അതിരുകടക്കരുത് കേട്ടോ. എന്നാൽ അത് അധികമാകാൻ പാടില്ലെന്നർത്ഥം. അമേരിക്കൻ വിദ്യാഭ്യാസ വിദഗ്ധനായ എഡ്ഗർ ഡെയിൽ കണ്ടെത്തിയ പഠന പിരമിഡിൻ്റെ ഘടന ഇങ്ങനെയാണ്. വായിക്കുന്നതിൻ്റെ 10%, കേൾക്കുന്നതിൻ്റെ 20%, കാണുന്നതിൻ്റെ 30%, കേൾക്കുകയും കാണുകയും ചെയ്യുന്നതിൻ്റെ 50%, ചർച്ച ചെയ്യുന്നതിൻ്റെ 70%, അനുഭവിച്ചറിയുന്നതിൻ്റെ 80%, പഠിപ്പിക്കുന്നതിൻ്റെ 95% നമ്മുടെ ഓർമ്മയിൽ തെളിച്ചത്തോടെ തിളങ്ങി നിൽക്കുമത്രേ. അപ്പോൾ പഠിച്ചത് മറക്കാതിരിക്കാൻ വെറുതെ എടുത്ത് വായിച്ചാൽ മാത്രം പോരാ. സ്വയം ചെയ്തു പഠിക്കണം. പറ്റുമെങ്കിൽ കൂട്ടുകാർക്കൊപ്പം ചർച്ച ചെയ്യണം. പറ്റുമെങ്കിൽ ആ പഠിച്ച പാഠം സ്വയം പഠിപ്പിക്കാൻ ശ്രമിക്കണം. അതൊരു പ്രത്യേക ശൈലിയാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് പങ്കുവച്ചൊരു അനുഭവമാണ്. അവർ വായിച്ചതും അവർ സ്കൂളിൽ പഠിച്ചറിഞ്ഞതുമായ കാര്യങ്ങൾ സ്വയം പഠിപ്പിക്കാൻ സ്വയം ഒരു അധ്യാപകനായി കൂടി ഒരു വിദ്യാർത്ഥി ശ്രമിച്ചപ്പോഴാണ് അവൻ പഠിച്ചത് വളരെ വ്യക്തമായി മനസ്സിൽ പതിഞ്ഞു നിന്നത്.